എല്ലാവർക്കും AN ടോക്സ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ഫാദർ ആൻ്റണി ഞെരിഞ്ഞാമ്പള്ളി OIC, ബിൽസ് അക്കാഡമി തിരുവല്ലയിൽ നിന്നും സംസാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ദർ എന്ന മസ്കുലിൻ ആർട്ടിക്കിളും ദി എന്ന ഫെമിനിൻ ആർട്ടിക്കിളും നമ്മൾ കഥയിലൂടെ പഠിച്ചു. ഇന്ന് നമ്മൾ 3ാമത്തെ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദാസ് എന്ന ആർട്ടിക്കിളിനെ കുറിച്ചായിരിക്കും പഠിക്കുക. കഴിഞ്ഞ ദർ എന്ന ആർട്ടിക്കിൾ പഠിച്ചപ്പോൾ പുരുഷ കേന്ദ്രീകൃതമായിട്ടും ദി എന്ന് പഠിച്ചപ്പോൾ അതിനെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുമുള്ള ഒരു കഥയാണ് രൂപീകരിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന ഈ കഥ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി കാലഘട്ടങ്ങളുണ്ടാകും. ആ സമയത്ത് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊരു ആകുലത, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സമയം. ആ ഒരു സമയമാണ് ന്യൂട്രൽ പൊസിഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ്. ആ ന്യൂട്രൽ സ്റ്റാൻഡാണ് ന്യൂട്രൽ ആർട്ടിക്കിൾ. പുരുഷനുമല്ല സ്ത്രീയുമല്ല, ദേറല്ല ദിയല്ല. അതാണ് ന്യൂട്രൽ ആർട്ടിക്കിൾ, അത് ദാസ് എന്നുള്ളതാണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയിൽ മാനിസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരു മെൻ്റൽ പെണ്ണിനെ പ്രേമിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ദുരിതങ്ങളും അദ്ദേഹത്തെ സഹായിക്കുന്ന ചില വ്യക്തികളും, അതാണ് ഈ കഥയുടെ ഇതിവൃത്തം. നമുക്ക് ആ കഥയിലേക്ക് പോകാം. എട്ടും പൊട്ടും തിരിയാത്ത മെൻ്റൽ പെണ്ണിനെ ലൈനടിച്ച മാനിസ് ചേട്ടന് കഷ്ടം. അവൻ്റെ ദുരിതം കണ്ടിട്ട് ചെന്നിത്തലയും സൽമാനും റേറ്റ് കൊടുത്ത് അവനെ എമ്പുരാൻ കാണാൻ എർലൗബൻ ചെയ്തു. എർലൗബൻ എന്ന് പറഞ്ഞാൽ ടു പെർമിറ്റ് എന്നുള്ളതാണ്. ഇവിടെ ചുമന്ന മഷിയിൽ എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ, വാക്കുകൾ ഏതെങ്കിലും ജർമ്മൻ നാമപദങ്ങളുടെ അവസാനം വരികയാണെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾ ദാസ് എന്നായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. എല്ലാം 100% വാക്കുകളും ഈ ആർട്ടിക്കിൾ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില എക്സെപ്ഷൻസ് ഉണ്ടാകാം. അതെല്ലാം ഞാൻ ഇതിനോട് ഒപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനം ഉദാഹരണങ്ങളായിട്ട് ചേർക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ കുറുക്കുവഴികളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.